ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കിയ വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ വലിയ വിടുതൽ ഈ ദിവസം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം എടുക്കാമോ? റോമാലേഖനം 6-ാമത്തെ അധ്യായം. റോമാലേഖനം 6-ാമത്തെ അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ ഉച്ചത്തിൽ വായിക്കാമോ? എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. ഒരിക്കൽ കൂടി വായിച്ചേ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ. അപ്പോൾ നമ്മൾ ആരുടെ കീഴിലാണ്? പാപത്തിൻ്റെ കീഴിലല്ല, മറിച്ച് നമ്മൾ ദൈവത്തിന് കീഴിലാണ്, അല്ലേ? ദൈവത്തിൻ്റെ അടിമത്തത്തിലേക്ക്. അടിമത്തം എന്ന് പറയുമ്പോൾ സ്ലേവറി എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദൈവഹിതം എന്നാണ് അതിൻ്റെ അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അടുക്കി ഭരിച്ച് നമ്മളെ അടിച്ച് പിടിച്ച് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവഹിതത്തിനനുസരിച്ച് ഒരാൾ ജീവിക്കുന്നതിനെയാണ് ദൈവത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ഒരു പട്ടാള ഗവൺമെൻറ്റിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് കഴിക്കണം, എങ്ങനെ മുടി വെട്ടണം, എന്ത് ധരിക്കണം എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യമാണ്. പറഞ്ഞേ, ദൈവത്തിൻ്റെ അടിമത്തം പറഞ്ഞാൽ അതെന്താണ്? അതൊരു സ്വാതന്ത്ര്യമാണ്. എന്താണ് സ്വാതന്ത്ര്യം? ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മൈൻഡ്, ഒരു മനസ്സ് നമുക്ക് കിട്ടും. അതാണ് ദൈവത്തിൻ്റെ അടിമത്തം. വായിച്ചേ, ഇനി വായിച്ചേ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നിത്യജീവനാണ്, അല്ലേ? നിത്യജീവനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ നിത്യജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നിത്യജീവിതത്തിലേക്ക്. എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് 34 മുതലുള്ള തിരുവചനം. യോഹന്നാൻ 8:34 വായിക്കാമോ? യേശു പ്രതിവചിച്ചു, ഉച്ചത്തിൽ വായിച്ചോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അല്ലേ? പാപം ചെയ്യുന്നവൻ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ, അല്ലേ? പാപത്തിൽ നിന്ന് മോചിതനായി കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ ആരുടെ അടിമയാണ്? ദൈവത്തിൻ്റെ അടിമയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? പാപത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് കൊടും പാപങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു പാപത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് കൊടും പാപത്തിലേക്കാണ്. ഒരു വലിയ പാപം ചെയ്ത ഒരാളോട് നമ്മൾ വിളിച്ചു നിർത്തി ചോദിക്കുകയാണ്, രഹസ്യത്തിൽ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പാപം ചെയ്തത് എന്നു മുതലാണ്? അവർ പറയുകയാണ്, ഞാൻ ഈ പാപമല്ല ആദ്യം ചെയ്തത്, അല്ലേ? ഞാൻ ചെയ്തത് എന്താണ്? വളരെ കുഞ്ഞു കാര്യങ്ങളാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. അതിലെനിക്കൊരു ഹരം കണ്ടെത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും 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 വലിയ പാപങ്ങളിലേക്ക് പോയത്. ആദ്യമേ കയറി 1 കോടി രൂപ ഒരാൾ മോഷ്ടിച്ചതല്ല. അവൻ ആദ്യമേ 1 രൂപ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തുടങ്ങിയതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1 കോടി രൂപ ബാങ്കിലേക്ക് പെട്ടെന്ന് പോയി മോഷ്ടിച്ചതല്ല, മറിച്ച് 1 രൂപ വെച്ച് അമ്മയുടെ അപ്പൻ്റെയും പേഴ്സിൽ നിന്ന് പതിയെ എടുത്തെടുത്താണ് അവൻ അതിൽ വലിയ ഡോക്ടറേറ്റ് കിട്ടിയത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിച്ചേ 8:34. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയുടെ പ്രത്യേകത എന്താണ്? അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. 2 കാര്യങ്ങൾ ഓർക്കുക. അതായത് നമ്മൾ 2 പേര് 2 സൈഡിൽ നിൽക്കുകയാണ്. ഒരു സൈഡിൽ ആര് നിൽക്കുന്നു? ദൈവം നിൽക്കുന്നു. മറു സൈഡിൽ പിശാച് നിൽക്കുന്നു, അല്ലേ? നമ്മൾ ഏത് ടീമിലേക്ക് ചേരുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ദൈവ കൽപ്പനകൾ പാലിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നമ്മൾ വന്നാൽ നമ്മൾ ആരുടെ അടിമയാണ്? ദൈവത്തിൻ്റെ അടിമയാണ്. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ പാപം ചെയ്ത് വന്നാൽ യോഹന്നാൻ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ അടിമയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
അല്ലേ? സ്ലേവറി എന്നാണ് ആ വാക്ക്, അല്ലേ? അടിമത്തം എന്ന് പറഞ്ഞാൽ തന്നെ സ്ലേവറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ ആസ് സച്ച് സ്ലേവറി അല്ല. എന്താ? ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൺട്രോളിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ്? അതൊരു സ്വാതന്ത്ര്യമാണ്. ഇറ്റ്സ് എ ഫ്രീഡം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇത്. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ ഒരാൾ സത്യസന്ധമായി വിളിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വഴികളിലൂടെ ഒരാൾ സത്യസന്ധമായി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, പാപത്തിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കടിമകളായി? ദൈവത്തിന് അടിമയായി. പാപം ചെയ്ത് പോയി കഴിഞ്ഞാൽ നീ ആരുടെ അടിമയാണ്? പിശാചിൻ്റെ അടിമയാണ്. മനസ്സിലാവുന്നത്? രണ്ട് വശമാണ്. ഒന്ന് ദൈവത്തിൻ്റെ അടിമ, രണ്ട് പാപത്തിൻ്റെ അടിമ അല്ലെങ്കിൽ പിശാചിൻ്റെ അടിമ, അല്ലെ? രണ്ട് മാസ്റ്റേഴ്സ് ആണ് ഉള്ളത്, അല്ലേ? ഒന്ന് ദ ഗോഡ് ദ ഓൾമൈറ്റി, രണ്ട് ലൂസിഫർ സാത്താൻ. രണ്ട് യജമാന്മാർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, രണ്ട് യജമാന്മാരെയും കൂടെ നിനക്ക് ഒരുമിച്ച് സേവിക്കാനായിട്ട് രണ്ട് വീട്ടിലും കൂടെ ജോലിക്ക് പോകാൻ പറ്റില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താണ്? രണ്ടും രണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? രണ്ടും രണ്ടാണ്. അല്ല, രണ്ടും ഒന്നാണോ? അല്ല, രണ്ടും ഒന്നാണ് എന്നാണ് ഇന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു യൂത്ത് റിട്രീറ്റ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പോവുകയാണ്. ഈ യൂത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയെന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടും ഏകദേശം ഒന്നാണ് എന്നാണ് ഇന്നത്തെ ചിന്ത. മനസ്സിലാവണം? അബോർഷൻ ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, നോ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാപം ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, ചെയ്യാതിരിക്കുന്ന ആളുകളും ചെയ്ത ആളുകളും തമ്മിൽ എന്ത് വ്യത്യാസം? രണ്ട് യജമാന്മാർ ഏകദേശം ഐഡന്റിക്കലാണ് എന്നാണ് ഇന്നത്തെ ലോകത്തിൽ പിശാചിട്ടിരിക്കുന്ന ഒരു തിന്മ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവരോട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത് വചനത്തിലൂടെ. രണ്ടും എന്താണ്? രണ്ടും രണ്ടാണ്. മനസ്സിലാവുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്, മാർപ്പാപ്പ കാലം ചെയ്തു, മാർപ്പാപ്പ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മ എന്ന് പറയുന്നത് തിയറി ഓഫ് റിലേറ്റിവിസം എന്നാണ്. എന്താണ് തിയറി ഓഫ് റിലേറ്റിവിസം? പിള്ളേർക്കൊക്കെ അതറിയാം. എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാ റിലേറ്റഡ് ആണ്. ഇപ്പം ദൈവത്തെ ഒരാൾ വിളിക്കുന്നു, ഒരാൾക്ക് ദൈവത്തെ വിളിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് പറയുകയാണ് നിനക്ക് പിശാചിനെയാണ് ഇഷ്ടം, നീ പിശാചിനെ വിളിച്ചാൽ അല്ല വിളിച്ചാൽ. ഇതാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണം? അങ്ങനെ തിന്മ ചെയ്യാത്ത ആരാ ഉള്ളേ? മനസ്സിലാവുന്നുണ്ട്? പിള്ളേരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന എങ്ങനെയാണ്? തിന്മ ചെയ്യാത്തത് ആരും? എല്ലാവരും ചെയ്യുന്നല്ലോ. ഹോസ്റ്റലിൽ പഠിക്കുന്ന എല്ലാവരും അത് ചെയ്യുന്നല്ലോ. പിന്നെ എനിക്ക് എന്താ ചെയ്താ? എല്ലാവരും രാത്രി 12 മണിക്ക് മതിൽ ആടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് എന്താ ആടിയാ കൂട്ടത്തിൽ? മനസ്സിലുണ്ട്? എല്ലാവരും അത് ചെയ്യുന്നല്ലോ. എല്ലാവരും MDMA ഉപയോഗിക്കുന്നല്ലോ, എല്ലാവരും മറ്റേ ഓയിലൊക്കെ ഉപയോഗിക്കുന്നല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റിലേറ്റിവിസം. ഇത് വലിയൊരു തിന്മയാണ്. രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഒരു ധാരണയാണ് പിശാച് ഇട്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം, ഇവിടെ ഒരു വിരൽ വെച്ചോണം, ഇവിടേക്ക് നമ്മൾ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, നമുക്കറിയാവുന്ന സംഭവമാണ്, കേട്ടാൽ മതി. മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, അല്ലേ, ഈശോയെ ആത്മാവ് എങ്ങോട്ടാണ് നയിച്ചത്? ആദ്യം ഈശോയെ നയിച്ചത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്കാണ്. എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? മരുഭൂമി അനുഭവങ്ങളിലൂടെയാണ് ഒരാൾ കുരിശെടുക്കാൻ പര്യാപ്തനായി മാറുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ പോയ ഒരാൾ, ആ മണലിൽ കാല് ചവിട്ടിയിട്ടുള്ള ഒരാൾ പിന്നെ കാൽവരിയിലെ കൽവഴികളിൽ കാല് ചവിട്ടിയാൽ അയാളുടെ കാലുകൾ തളർന്നു പോവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ ആത്മാവ് ദൈവത്തെ കൊണ്ടുപോയി, ഈശോയെ കൊണ്ടുപോയി. അതിനുശേഷം പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ പിശാച് പറയുന്ന ഒരു കാര്യം എന്താണ്? മലമുകളിലേക്ക്, ഒരു വലിയ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട്, ഒരു വലിയ മലയുടെ മുകളിൽ നിന്നിട്ട് പറയുകയാണ്, നീ എന്നെ കുമ്പിട്ടാരാധിച്ചാൽ. ഓൾറെഡി പഴയ നിയമം മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. പഴയ നിയമം മുഴുവൻ നമ്മൾ ഒരു മിക്സിക്കകത്തിട്ട് ഇങ്ങനെ അടിച്ചു കുറുക്കിയാൽ അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേലേ കേൾക്കുക, ക്ഷമാ ഓ ഇസ്രായേൽ. അതാണ് യഹൂദൻ ഇന്നും പാടി പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. അപ്പം അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത്തിൽ, ഒരു യഹൂദനോട് പിശാച് വന്നിട്ട് പറയുകയാണ്, നീ എന്നെ എന്ത് ചെയ്യണം? ആരും കാണത്തൊന്നുമില്ല, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ എന്ത് ചെയ്യാം? ഞാൻ നിനക്ക് തരാം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ അപ്പോൾ ആരുടേതാണ്? പിശാച് വന്ന് പറയുകയാണ്, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്ന ധ്യാനകേന്ദ്രം മുഴുവൻ നിനക്ക് തരാം.
അപ്പോൾ ഈ ധ്യാനകേന്ദ്രം ഇപ്പോൾ ഓൾറെഡി ആരുടെ കസ്റ്റഡിയിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ കസ്റ്റഡിയിലാണ്? പിശാചിൻ്റെ കസ്റ്റഡിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ദൈവം സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനോട് പറയുകയാണ് ഇപ്പോൾ കസ്റ്റഡി ആരുടെ കയ്യിലാണ്? എൻ്റെ കയ്യിലാണ്. ഇതാണ് നമ്മുടെ പിള്ളേരെ പിശാച് ഇട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ്, നീ ഇപ്പോൾ എന്നെ കുമ്പിട്ട് ആരാധിക്കുക, ഈ കാണുന്ന സൗഭാഗ്യങ്ങളും കാനഡയിലുള്ള തണുത്ത ജീവിതവും അമേരിക്കയിലുള്ള കാശും ഞാൻ നിനക്ക് തരാം. ഇതാണ് അതിൻ്റെ വേറൊരു വേർഷനാണെന്നേ ഉള്ളൂ. പക്ഷേ ഈശോ അതിബുദ്ധിമാനായതുകൊണ്ടും വചനം ഉള്ളിൽ കിടന്നതുകൊണ്ടും ഈശോ എന്തു പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. കാനഡ ജീവിതം എനിക്ക് വേണ്ട. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കമ്പനിയുടെ ടോപ്പിൽ നിന്നെ എത്തിക്കാം, പക്ഷേ നീ എന്ത് ചെയ്യണം? നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണം. ഇതാണ് ഇന്ന് ലോകം കൊടുക്കുന്ന പ്രലോഭനം. അതാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പിള്ളേർ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷങ്ങൾ പെട്ടെന്ന് കിട്ടാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ്? അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് കിട്ടും. ഒരു പവർ നമുക്ക് കിട്ടും. അച്ഛൻ അറിയാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ അച്ഛൻ ഉപയോഗിച്ചോളാം. അവർക്കറിയാം ഇത് ശരീരത്തിന് കേടാണെന്നറിയാം, ഒരു തിന്മയാണെന്നറിയാം. ബട്ട് സ്റ്റിൽ അവരെന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്? ഇതിനുവേണ്ടി അവർ ചെയ്യുന്ന റിസ്ക് അറിഞ്ഞാൽ നിങ്ങൾ അവരെ നമിക്കും ഇത് കിട്ടാൻ. കാരണം എന്താണ്? അവർ പറയുകയാണ്, ഞങ്ങൾക്കിത് കിട്ടുമ്പോൾ ഞങ്ങൾക്കൊരു ശക്തി കിട്ടും, ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾക്ക് കിട്ടും. സാത്താൻ സേവാ കേന്ദ്രത്തിൽ പോകുന്ന ഒരാളെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് സാത്താൻ സേവയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ്, ദൈവത്തിന് തരാൻ പറ്റാത്തതൊക്കെ വളരെ പെട്ടെന്ന് പിശാചിന് തരാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ചോദിക്കണം അങ്ങനെ കിട്ടിയോ? പിന്നെ കിട്ടി, പലതും കിട്ടി, അതുകൊണ്ടാണല്ലോ വീണ്ടും പോകുന്നത്. അപ്പം ഇതാണ് പിശാച് ഇട്ടിരിക്കുന്ന ഒരു മറ. പിന്നെന്താണ്? ഇവൻ ഇതിൻ്റെ അടിമത്തത്തിലാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഒരു അടിമത്തമുണ്ട് അല്ലേ? പാപം ചെയ്യുന്നവൻ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ. മറന്നു പോകരുത്, പാപം ചെയ്യുന്നവൻ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൽ നിന്ന് മോചിതരായാൽ നീ ആരുടെ അടിമയാണ്? ദൈവത്തിൻ്റെ അടിമയാണ്. ഇനി ദൈവത്തിൻ്റെ അടിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാപം ചെയ്യുമ്പോൾ പിശാച് നമ്മളെ അടിമയാക്കിയിട്ടിരിക്കുന്നത് ഒരു വേലക്കാരൻ്റെ തലത്തിലേക്കാണ്. പിശാച് ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നു. മനസ്സിലാവുന്നു? പിശാച് അങ്ങോട്ട് വിടാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. പിശാച് ഒരിക്കൽ പറയുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പാപം ചെയ്യുന്നവൻ അടിമയാണ്, ആ അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഭവനത്തിൽ വസിക്കുന്നില്ല. ഇനി ഭവനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭവനത്തിൽ വസിക്കുന്നില്ല. അടിമ എവിടെ വസിക്കുന്നില്ല? അടിമ ഒരിക്കലും എവിടെ വസിക്കുന്നില്ല? ഭവനത്തിൽ വസിക്കുന്നില്ല. ഇനി നിങ്ങൾ എടുക്കേണ്ടത് റോമാലേഖനം 8-ാം അധ്യായമാണ്. റോമാലേഖനം 8 പെട്ടെന്ന് എടുക്കാമോ? നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള അധ്യായമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ധ്യാനകേന്ദ്രത്തിൽ വായിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായം. അടുത്ത റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ അധ്യായം, നമ്മൾ ദൈവത്തിൻ്റെ അടിമകളായി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ്? വായിക്കാമോ? 12 മുതലുള്ള വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ചോ. റോമാലേഖനം എല്ലാവരും എടുത്തേ. റോമാലേഖനം 8-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. അല്ലേ? നമുക്ക് ജഡത്തിന് കടപ്പെട്ടവരാണോ നമ്മൾ? അല്ല. ഒരു വായിച്ച്. ആകയാൽ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം എന്തിന് കടപ്പെട്ടവരല്ല? ജഡത്തിന് കടപ്പെട്ടവരല്ല. മനസ്സിലാവുന്നുണ്ടോ? ജഡം എന്ന് സൂചിപ്പിക്കുന്നത് പിശാചിൻ്റെ ഒരു വെർഷനായിട്ടാണ്. അല്ലേ? നാം പിശാചിന് കടപ്പെട്ടവരല്ല, ജഡിക വികാരങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. വായിച്ചേ. ജഡികരായി നാം ജീവിക്കുന്നുവെങ്കിൽ, വായിച്ചോ, നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ചു വായിക്കണം. എന്താണ് വായിക്കുന്നത്? ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. തീർച്ചയായും മരിക്കും. അതിനകത്ത് അത് അത്ര ഉറപ്പുള്ളൊരു കാര്യം പറയില്ല. മനസ്സിലാവുന്നുണ്ട്? മറിച്ച് എന്താണ്? ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പ്രത്യേകിച്ച് ധ്യാനം കൂടി യുവജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ പ്രവണതകൾ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ആ ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്?
ആത്മാവിനാൽ സാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ദൈവഭവനത്തിൽ വസിക്കുന്ന ഒരാളിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി, അവന് കിട്ടുന്നൊരു കൃപ. അതാണ് അവനെ ഈ ജഡിക കാര്യങ്ങൾ അവനെ സ്പർശിക്കില്ല. ആരെങ്കിലും അവനോട് വഴക്ക് പിടിച്ചാൽ അവനതൊരു വിഷയമേ അല്ല. ആരെങ്കിലും അവനെപ്പറ്റി വാട്സപ്പിൽ 2 തെറ്റിദ്ധാരണ വരുത്തുന്ന പോസ്റ്റർ ഇടുന്നതൊന്നും അവന് വിഷയമല്ല. കാരണം അവൻ എവിടെ ജീവിക്കുന്നവനല്ല, ശരീരത്തിൽ ജീവിക്കുന്നവനല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും അസ്വസ്ഥമാകുന്നത് ആരാണ്? എപ്പോഴും ഈ ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. മനസ്സിലാവണം. അവരങ്ങോട്ട് നോക്കി ഇവരിങ്ങോട്ട് നോക്കി, അവരെന്നെ കണ്ട് മിണ്ടിയില്ലല്ലോ, ചൂടുവെള്ളം ചോദിച്ചിട്ട് തണുത്ത വെള്ളമാണല്ലോ തന്നത്, അല്ലേ, ഒരു കാര്യം ചോദിച്ചിട്ട് വേണ്ടത്ര രീതി മറുപടി പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ശരീരത്തിൻ്റെ കാര്യങ്ങളാണ്. ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കാനാണെങ്കിൽ മരിക്കുന്നത് വരെ അങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കാൻ പറ്റും. അതിനെ നമുക്ക് എങ്ങനെ നേടാമെന്നാണ് വചനം പറയുന്നത്? ആത്മാവിനാൽ. അതെങ്ങനെയാണ് നമ്മൾ കാണും. എങ്ങനെയാണ് നമ്മൾ ആത്മാവിനാൽ? പറഞ്ഞേ, എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? ആത്മാവിനാൽ. അപ്പോൾ നമ്മൾ ഈ ഭവനത്തിൽ ഇരിക്കുന്ന ഈ ഭവനം എന്ന് പറഞ്ഞാൽ ഏത് ഭവനമാണ്? പിശാചിൻ്റെ ഭവനം. ഈ ഭവനത്തിൽ നിന്ന് ദൈവഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? ശരീരത്തിലാണോ ആത്മാവിലാണോ? ആത്മാവ്. ഇത്ര മനസ്സിലാക്കണം. മനസ്സിലാവുണ്ട്. രാവിലെ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയൊരു സമയമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ശരീരത്തിൻ്റെ പ്രവണതകളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവൻ ആരുടെ ഭവനത്തിലാണ്? പിശാചിൻ്റെ ഭവനത്തിലാണ്. ആ പിശാചിൻ്റെ ഭവനത്തിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വരാൻ പറ്റൂ? ശരീരത്തിൻ്റെ പ്രവണതകളെ എങ്ങനെ നിഹനിക്കാൻ പറ്റണം? ആത്മാ. അപ്പോൾ ഇങ്ങോട്ടുള്ള പാലം ഏത് പാലമാണ്? ആത്മാവിൻ്റെ പാലമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിൻ്റെ പാലമാണ്. ഇനി അടുത്ത യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം. റോമ 8 നമ്മൾ തിരികെ വരും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. ഏഴാമത്തെ അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാമോ? 7:37 ഉറക്കെ വായിച്ചോ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അല്ലെ, തിരുനാളിൻ്റെ അവസാന ദിനത്തിൽ. തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, ദൈവത്തോടുള്ള വലിയ ആഘോഷം, അല്ലേ, അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ വഴി ഇതേ ഉള്ളൂ. എന്താണ്? ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അവസാനത്തെ ദിനത്തിൽ ഈശോ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവസാനം പറയുന്നത് എന്താ? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനം പറയുന്നത് എന്താണ്? അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും, അല്ലേ? അതല്ലേ മരണമൊഴി എന്നൊക്കെ നമ്മൾ പറയുന്നത്. IPC പോലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരണമൊഴി. കാരണം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. IPC ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് പോലും മരണമൊഴി നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലേ, അത് വാലിഡാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവസാനത്തെ ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്തോ ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയ്ക്ക് പറയാനുള്ളൊരു അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടത്. അതാണ് അതിൻ്റെ അർത്ഥം. അത്രയും പ്രധാനപ്പെട്ടത്, അതിനപ്പുറത്ത് ഇനിയൊന്നും പറയാനില്ല. മനസ്സിലാവുന്നുണ്ട്? അതിനെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അവസാനത്തെ കാര്യം ഇനി അതേ ഉള്ളൂ. അത് കിട്ടിയാൽ കിട്ടി. ഇതിനപ്പുറത്ത് ഇനി ഒന്നും പറയാനില്ല, ഇതിന് താഴോട്ടും ഇനി ഒന്നും പറയാനില്ല. ഇനി വായിച്ചേ 7-ാമത്തെ അധ്യായം. എത്രയാണ്? 37 വായിക്കാമോ? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, ഈ യഹൂദ റബ്ബിമാർ എഴുന്നേറ്റ് സാധാരണ അവരൊന്നും പറയാറില്ല. അവരെല്ലാവരും ഇരുന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ട്? അത്തിമര ചുവട്ടിൽ നഥാനിയലിനോട് പറയുന്നുണ്ടല്ലോ, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്നാണ്. അത്തിമരം എന്താണ് സൂചിപ്പിക്കുന്നത് അറിയാം? അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് യഹൂദ റബ്ബിമാർ, നമ്മുടെ ഈ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് അന്ന് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. പഴയ നിയമം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് യഹൂദ റബ്ബിമാർ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മുടെ ഈ കാറ്റക്കിസം ക്ലാസ്സാണ്. നമ്മുടെ കാറ്റക്കിസം ക്ലാസ് നടന്നുകൊണ്ടിരുന്ന എവിടെയാണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഈ ശിഷ്യന്മാർ ഗുരുവിന് ചുറ്റും ഇരുന്ന് പറയുകയാണ്. ഗുരു എല്ലാവരും ഇരുന്നാണ് സംസാരിക്കുന്നത്. അവൻ എഴുന്നേറ്റു എന്ന് പറയാൻ അർത്ഥം എന്താ? എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവൻ എഴുന്നേറ്റത്. ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ടോ? കാരണം അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം ഇരുന്ന് പറയാൻ പറ്റില്ല. എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അല്ലേ? അത് വലിയ അർത്ഥമുണ്ട്. വായിച്ചേ. എഴുന്നേറ്റ് നിന്ന് അവൻ എന്തു പറഞ്ഞു? ശബ്ദം ഉയർത്തി പറഞ്ഞു, അല്ലേ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്ന പോലെ ശബ്ദമുയർത്തിയാണ് അവൻ പറഞ്ഞത്. വായിച്ചോ. ശബ്ദമുയർത്തി പറഞ്ഞു. കാരണം ഇത് ആർക്കും മിസ്സാവരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ഇരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുറകെ ഇരിക്കുന്നവർ കേൾക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുണ്ട്? അവസാനം ഇരിക്കുന്ന ആൾ പോലും ഇത് കേൾക്കപ്പെടാതെ പോകരുത് എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും വായിച്ചോ,
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് പറയാൻ രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ എവിടെ വരണം? അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. വായിച്ചേ, രക്ഷപ്പെടാൻ അല്ല, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് കുടിക്കട്ടെ. ആരിൽ നിന്നാണ് കുടിക്കേണ്ടത്? കർത്താവിൽ നിന്ന്. പലരും കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക, എന്നുറങ്ങരുത്. പലരും കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ പലരും കുടിക്കുന്നത് പല കാര്യങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? പലരും കുടിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പലരെയാണ്. പലരും അടുത്തു വരുന്നുണ്ട്. ആ വചനമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവാലയത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആരിൽ നിന്നും മാത്രമേ ദേവാലയത്തിൽ വെച്ച് സ്വീകരിക്കാവൂ? കർത്താവിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജനം എന്നെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരണമെന്നാണ് 2 ദിനവൃത്താന്തം 7 നമ്മൾ കാണുന്നത്. ദേവാലയത്തെ പറ്റിയുള്ള ഒരു പ്രബോധനത്തിൽ ദൈവം പഠിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്: എന്നെ അന്വേഷിക്കുന്ന ജനം എൻ്റെ അടുത്ത് വരുമ്പോൾ ആരെ അന്വേഷിക്കണം? എന്നെ അന്വേഷിക്കണം. നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് ആരെയാണ് അന്വേഷിക്കേണ്ടത്? കർത്താവിനാണ്. ഇവിടുത്തെ വികാരിയച്ഛൻ ആരാണ്? പുള്ളി മാറിയില്ലേ? ഇവിടുത്തെ പ്രസിദ്ധേന്തി ആരാണ്? ഇവിടുത്തെ കമ്മിറ്റിക്കാരാരാണ്? കൈക്കാരൻ ആരാണ്? അതല്ല നമ്മുടെ വിഷയം. ഒരു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, ഒരു ദൈവിക സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ആരെയാണ്? പറയൂ, ആരെയാണ്? ദൈവത്തെയാണ്. ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ ആരുണ്ട്, അവിടെ ആരുണ്ട്, അതല്ല. അതൊന്നും നമ്മുടെ വിഷയമുള്ള കാര്യമേ അല്ല. അച്ഛനുണ്ടോ സിസ്റ്ററുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനാണ് വന്നതെങ്കിൽ നമ്മൾ ആദ്യം വന്ന് ആരെയാണ് അന്വേഷിക്കേണ്ടത്? ദൈവത്തെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ഇനി വായിച്ചേ, നിങ്ങൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവനെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, വായിച്ചോ, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അല്ലേ? വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്തൊഴുകാൻ തുടങ്ങും? ഒരു ജീവനദി ഒഴുകാൻ തുടങ്ങും. ഏതാണ് ഈ ജീവനദി? നദി എന്ന് ബൈബിളിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ് എന്ത് ചെയ്യുന്നത്? നദി സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ ഒരു പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിൽ നിന്ന് കുടിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ ദൈവഭവനത്തിലേക്ക് വരുന്നത്. ഇനി 39 വായിച്ചേ. അവൻ ഇത് പറഞ്ഞത്, അതാണ് പ്രധാനപ്പെട്ടത്. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന എന്തിനെ പറ്റിയാണ്? ആത്മാവിനെ പറ്റിയാണ്. അപ്പോൾ റോമാലേഖനം 8 നമ്മൾ കണ്ടു, ശരീരത്തിൻ്റെ പ്രവണതകളെ നിങ്ങൾ എങ്ങനെയാണ് നിഹനിക്കേണ്ടത്? ആത്മാവിൽ. ഇത് മനസ്സിലാവുന്നു? അപ്പം ഇതൊന്ന് തുറന്നു കിട്ടിയാൽ നല്ലതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് തോന്നില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? അല്ലെങ്കിൽ ബൈബിൾ വായിച്ച പകുതിയാകുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും. കാരണം മടുപ്പ് വരും. ആത്മാവ് കയറണം. ആത്മാവിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു വൈകാരിക തലത്തിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എല്ലാം മടുപ്പാട്ട് മാറും. വിശുദ്ധ കുർബാന മടുപ്പാട്ട് മാറും, ബൈബിൾ വായിക്കുന്ന മടുപ്പാട്ട് മാറും, ജപമാല ചൊല്ലുന്നതിന് മടുപ്പാട്ട് മാറും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ നമ്മൾ എങ്ങനെ നിഹനിക്കണം? ആത്മാവിൽ. അപ്പോൾ ഈശോ പറയുകയാണ്, അങ്ങനെ ആത്മാവിനാൽ നിറയാനുള്ളൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് കുടിക്കണം. അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ എന്നിൽ നിന്ന് ഒഴുകും. വായിച്ചേ 39. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന എന്തിനെ പറ്റിയാണ്? ആത്മാവിനെ പറ്റിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മളൊരു അടിമയുടെ കാര്യം പറഞ്ഞാണ് മുന്നോട്ട് പോയത്. അല്ലേ? പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ ഒരിക്കലും എവിടെ വസിക്കുന്നില്ല? ഭവനത്തിൽ വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ അടിമകളായാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരിക്കൽ കൂടി എടുത്തേ റോമാലേഖനം 8. റോമാലേഖനം 8-ാമത്തെ അധ്യായം ഒരിക്കൽ കൂടി എടുത്തേ. റോമാലേഖനം 8-ാമത്തെ അധ്യായം. പതിനാല് മുതലുള്ള തിരുവചനം വായിച്ച്. റോമ 8:14. ബൈബിളുള്ളവർ സ്ക്രീനിൽ നോക്കി അല്ലെങ്കിൽ ഉറക്കെ വായിക്കണം. വായിച്ചേ, ഉച്ചത്തിൽ വായിക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ ആരാണ്?
പുത്രന്മാരാണ്. അല്ലേ? ദൈവത്തിൻ്റെ ആരാണ്? പുത്രൻ. പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുത്രനും പുത്രിയും എല്ലാം വരും അതിനകത്ത്. ആരാണ്? മക്കളാണ് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ട്? പുത്രന്മാരാണ്. ഇനി അതിൻ്റെ പ്രത്യേകത വായിച്ചേ. നിങ്ങളെ വീണ്ടും ഉറക്കെ വായിച്ചോ. ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരും. മതി. ആ വചനം ഒരിക്കൽ കൂടി വായിച്ച് ഒരു കാര്യം അതിനകത്ത് പറയാനുണ്ട്. വായിക്കാമോ? നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന എന്തല്ല? അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. അല്ലെ? ഭയത്തിലേക്ക് നയിക്കുന്നത് ഏതാത്മാവാണ്? അടിമത്തത്തിൻ്റെ ആത്മാവാണ്. ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധിക്കണം. പിശാച് മനുഷ്യനെ വലയിലാക്കുന്നത് ഒരു ഭയം നൽകിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിശാച് ഒരാളെ സ്വന്തമാക്കുന്നത് എന്ത് നൽകിയിട്ടാണ്? ഒരു ഭയം നൽകിയിട്ടാണ്. ഒരു ഭയം. മനസ്സിലാവുന്നത്? ഒരു ഭയം നൽകും. ഇപ്പോൾ ഒരു തിന്മയിൽ നിന്ന് അടുത്ത തിന്മയിലേക്ക് ഒരാൾ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിശാച് ഇട്ടിരിക്കുന്ന ഈ ഭയമാണ്. ഇതിൽ നിന്ന് ഒരിക്കലും റിലീസ് ചെയ്യാനായിട്ട് പിശാച് ആഗ്രഹിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ആ ഭയത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കും. ഭയം. ആ ഭയം നമുക്ക് അങ്ങോട്ട് തരും. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ ഞാനൊരു പാപിയാണേ, മനസ്സിലാവണം, എനിക്കിനി രക്ഷയില്ല, അതുകൊണ്ട് പിന്നെ ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല. കണ്ട ഒരു ഭയം. ഞാൻ എന്തോരം പഠിച്ചു, എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആളുകളെല്ലാം കയറിപ്പോയി, ഞാൻ ഇവിടെ കിടക്കാണ്. ഒരു ഭയം. പിന്നെ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് കാര്യങ്ങൾ വരുമ്പോഴൊരു നിരാശ, ഭയം ഇത് തരുന്നത് ദൈവമല്ല. ആരാണ്? പിശാചാണ്. ഈശോ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ബൈബിളിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന വചനം ഏതാണ്? ഭയപ്പെടേണ്ട എന്നാണ്. 366 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു വർഷത്തിലാകെ എത്ര ദിവസമുണ്ട്? 365 ദിവസമുണ്ട്. 366 തവണ ഓരോ ദിവസവും നമ്മളോട് പറയണം, ഒന്ന് എക്സ്ട്രായും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഈ ഭയം ആരിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്ന്. നമ്മൾ നല്ല ദൈവിക അനുഗ്രഹിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അസാമാന്യമായ ഒരു ധൈര്യം നമുക്ക് വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു അഹങ്കാരമല്ല, ഒരു ഓവർ കോൺഫിഡൻസ്. എന്നാ പിന്നെ പഠിച്ചേക്കാം, അതല്ല. ഓവർ കോൺഫിഡൻസ് അല്ല, ഒരു അസാധാരണമായ ധൈര്യം നമുക്ക് വരും. കർത്താവ് നമ്മളെ സഹായിക്കാനുണ്ട്. നമ്മളൊരു ആത്മീയ വഴികളിലൂടെയാണ് പോകുന്നതിൻ്റെ ഒരു ലക്ഷണം നമ്മൾ അസാധാരണമായ ഒരു ധൈര്യത്തിലായിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നാളെയെ പറ്റിയൊന്നും നമ്മൾ അധികം അങ്ങോട്ട് ആകുലപ്പെടില്ല. നാളെ വരുന്നത് വരട്ടെ, ഇന്ന് നടത്തിയ കർത്താവ് നാളെ നടത്തുമല്ലോ, ഇതാണ് അവൻ്റെ തലയ്ക്കകത്തിരിക്കുന്നത്. അല്ലെ? ഒരു വിസ നിഷേധിക്കപ്പെട്ടു, ഒരു വിസ റിജക്റ്റ് ആയി, വരട്ടെ, വിസ റിജക്റ്റ് ആയപ്പോൾ അടുത്തത് വരും. ഒരു ജോലി കിട്ടില്ല, ഒരു കല്യാണം ഉദ്ദേശിച്ചൊരു കല്യാണം നടന്നില്ല, അത് വേണ്ട, അടുത്ത് വരും. അതല്ലല്ലോ ലോകത്തിൻ്റെ അവസാനം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഭയം തരുന്നത് ആരാണ്? പിശാചാണ്. അപ്പോഴന്നേരം ഓർത്തോണം, നമ്മൾ ആരുടെ അടിമത്തത്തിലായി? പിശാചിൻ്റെ അടിമത്തത്തിൽ. അതാണ് പിശാച് നമ്മളെ നേടുന്നത് മുഴുവൻ ഈ ഭയത്തിലൂടെ. കൂദാശകളെ പോലും പിശാച് ഡീവീറ്റ് ചെയ്യപ്പെടും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ചിന്തിക്കുകയാണ് ഒരു വിവാഹത്തിലേക്ക് പോകുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഇതിനു മുൻപ്, ഈ വിവാഹത്തിന് മുമ്പ് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിന്മകൾ പറയാൻ പാടില്ലാത്ത ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അശുദ്ധിയുണ്ട്. എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ അശുദ്ധിയുണ്ട്. അശുദ്ധിയോടുകൂടി ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എനിക്ക് പിള്ളേരുണ്ടായാൽ അത് മോശപ്പെട്ട മക്കളെ, മോശപ്പെട്ടെന്ന് പറയാൻ പാടില്ല, ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാവും. ഇത് ആരെടുത്ത ഭയമാണ്? പറയൂ, ആരെടുത്ത ഭയമാണ്? അപ്പം എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് അല്ലേ കൂടെ തട്ടിക്കൂട്ടി പോയി ഒരു കുമ്പസാരിക്കും. ശരിക്കും ആ കുമ്പസാരം ഒരു യഥാർത്ഥ കുമ്പസാരമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം കുമ്പസാരത്തെ പറ്റി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുന്നത് നിങ്ങളുടെ തലയിൽ തെങ്ങ് വീഴുമെന്ന് കണ്ടിട്ടല്ല. ഒരു വലിയ ഇടുത്തി വരാൻ പോകുന്നു, എന്നാൽ പിന്നെ പോയി കുമ്പസാരിച്ചേക്കാൻ. നോ, അങ്ങനെയുള്ള കുമ്പസാരം ദൈവത്തിന് ആവശ്യമില്ല. നമ്മൾ ഭയന്നിട്ടല്ല കുമ്പസാരിക്കുന്നത്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഭയന്നിട്ടാണ് നിങ്ങൾ കുമ്പസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുമ്പസാരത്തിൽ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. മറിച്ച് നിങ്ങൾ കുമ്പസാരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
രണ്ടും തമ്മിൽ എഫക്റ്റിൽ വ്യത്യാസമുണ്ട്. മറ്റേത് പോയി കുമ്പസാരിച്ച് എന്തിനാണ്? മാരേജ് ഒരുക്ക ക്ലാസ്സിന്, എന്താണ് നമ്മുടെ വിവാഹ ഒരുക്ക ക്ലാസ്സുകളില്ലേ, ആ ക്ലാസ്സിന് പോയി കുമ്പസാരിച്ചു. എന്താ കുമ്പസാരിച്ചത്? എന്താണ്? വരാൻ പോകുന്ന കുഞ്ഞും മാനസിക രോഗിയായി മാറുമോ എന്നുള്ള പേടിയിലാണ് പോയി കുമ്പസാരിച്ചത്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തോടുള്ള ബന്ധം പോയതിലല്ല ഈ കൊച്ചിൻ്റെ വിഷമം, മറിച്ച് എനിക്കിനി ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കുമോ എന്നൊരു പേടി. അത് റിയാലിറ്റി അല്ലെന്ന് നിങ്ങൾക്കറിയാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഓട്ടിസ്റ്റിക് കുഞ്ഞുണ്ടാകുന്നത് മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമാണോ? നെവർ. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് എന്നാണ് യോഹന്നാനിൽ ഈശോയോട് ആളുകൾ ചോദിക്കുന്നത്. ഈശോ പറഞ്ഞത് എന്താണ്? ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ വല്യപ്പൻ കൂടോത്രക്കാരനായതുകൊണ്ടാണ് ആണോ? അല്ല. ഇവൻ അന്ധനായി ജനിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ പാവപ്പെട്ടവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്, അവനൊരു സാക്ഷ്യമായി മാറാൻ വേണ്ടിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് തലേ കിടക്കുന്ന തെറ്റിദ്ധാരണ. ലോകം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, ദൈവം ഒരു ഭീകരനാണ്. മനസ്സിലാണ്? ഉസാമ ബിൻ ലാദനെ പോലെ ഒരു ഭീകരനാണ് ദൈവം. നെവർ. അങ്ങനല്ല. അങ്ങനെ നമ്മൾ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ല നമ്മൾ കുമ്പസാരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഭയത്തിൽ നിന്നല്ല കുമ്പസാരിക്കണം. നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുക. അതാണ് വചനം പറയുന്നത്. വായിച്ചേ. നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ഏതാത്മാവിനെയാണ്? വായിക്കൂ. പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ? ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് മകൻ അപ്പം ചോദിച്ചാൽ എന്താണ് പാമ്പിൻ്റെ മുട്ട കൊടുക്കുന്നത്? അല്ലേ? മക്കള് ചിപ്സി ചോദിച്ചാൽ ആരാണ് തേളിനെ വാരിയിട്ട് കൊടുക്കുന്നത്? ആരെങ്കിലും കൊടുക്കുവോ? ഇല്ല. നിങ്ങളുടെ മക്കൾക്ക് ദുഷ്ടരായ നിങ്ങൾ, അല്ലെ, അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്ത ചേച്ചിയാണ്, എന്നാൽ പോലും മക്കൾ അല്ലേ ഭക്ഷിക്കാൻ ചോദിക്കുമ്പോൾ പാമ്പിനെ പിടിച്ചു കൊടുക്കില്ല. അത്രയും ദുഷ്ടരായിരുന്നിട്ട് പോലും നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം എത്രയോ നല്ലവനാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് പറഞ്ഞേ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവെന്ന് പറയും. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരു ഭയമല്ല. സിറ്റുവേഷൻ വളരെ വഴ്സായിരിക്കും, വളരെ കലങ്ങി മറിഞ്ഞ ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരു രീതിയിൽ നിങ്ങൾക്കിത് ടാക്കിൾ ചെയ്യുന്ന വഴികളെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് അസാധാരണമായ ഒരു ധൈര്യം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തിൻ്റെ ആത്മാവിനെയാണ്? പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാ. കാരണം നിങ്ങൾ വസിക്കുന്നത് ഒരു അടിമയായിട്ടല്ല, മറിച്ച് നിങ്ങൾ വസിക്കുന്നത് ഒരു മകനായിട്ടാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിലൊരു അടിമയെപ്പോലെ ജീവിക്കുന്നതും വീട്ടിലൊരു മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ ജീവിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. മനസ്സിലാവുണ്ടോ? അടിമയെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അടിമയായിട്ടുള്ള ഒരാളെ നമ്മൾ വിളിക്കില്ല. അവർ കഴിച്ചോന്ന് ചോദിക്കത്തേ ഉള്ളൂ. പക്ഷെ മകനെ ആണെങ്കിലും അവൻ കഴിച്ചില്ലെങ്കിൽ അവനെ കൂടെ ഇരുത്തി മടിയിലിരുത്തി വാരിക്കൊടുത്ത് കഥകൾ പറഞ്ഞ് അവന് വാരിക്കൊടുക്കും. അല്ലെങ്കിൽ അതാണ് പുത്രസ്വീകാര്യം എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയും ഇത് സ്വീകരിക്കണമെന്നുള്ളത് ആരുടെ ആഗ്രഹമാണ്? നിന്നേക്കാൾ ഉപരി ആരുടെ ആഗ്രഹമാണ്? ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പറയുന്നത് നമ്മൾ വിശുദ്ധരായി കഴിയണമെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതലായി ആരാണ് ആഗ്രഹിക്കുന്നത്? ആത്മാവാണ്, ദൈവാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധൻ പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വായിച്ചേ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാമത്തെ അധ്യായം എടുക്കാമോ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാമത്തെ അധ്യായം. വെളിപാടിന് കുറച്ച് മുൻപിലായിട്ട്, വെളിപാട് എടുക്കുക, അതിന് കുറച്ച് മുൻപിലായിട്ട്. കിട്ടിയോ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. 4:5 വായിച്ചേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വചനം വായിച്ചേ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം എന്ത് ചെയ്യുന്നു? അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാവിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഒരിക്കലും കൂടി വായിച്ചേ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ആരാണ് ആഗ്രഹിക്കുന്നത്? ദൈവം എന്ത് ചെയ്യുന്നു? അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിയോടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ആരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്? ദൈവം. കാരണം എന്താ? ദൈവം അന്വേഷിക്കാൻ കാര്യം എന്താണ്? ദൈവത്തിന് അതുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം?
ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവം ഈ ആത്മാവിനെ അസൂയയോടെ അപ്പം നമ്മുടെ ആത്മാവിനെ നമ്മളെക്കാൾ ഉപരിയായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം എന്ത് ചെയ്യുന്നു? അസൂയയോടെ അഭിലഷിക്കുന്നു. ഇനി യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാമത്തെ അധ്യായം ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിൻ്റെ ചില കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. വായിക്കാമോ? 1-ാമത്തെ അധ്യായം 12 മുതലുള്ള ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക. 1 മുതൽ 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. പരീക്ഷകൾ ഉറക്കെ വായിച്ചോ. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം. എന്താണ് ആ ജീവന്റെ കിരീടം? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ് ആ ജീവന്റെ കിരീടം? പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. എന്താണ് ആ കിരീടം? എന്താണ്? പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. പറഞ്ഞ എന്താണ് ആ കിരീടം? എന്താണ്? പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. വായിച്ചേ. പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. അടുത്ത വചനം വായിച്ചേ. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നുമില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. വായിച്ചേ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങൾ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. വായിച്ചേ. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ആ വചനം അടിവരയിട്ടൊന്ന് വായിച്ചോണം. എന്താണ് 17-ാമത്തെ വചനം? ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ആരിൽ നിന്നാണ് വരുന്നത്? ഉന്നതത്തിൽ നിന്ന്. എങ്ങനെയാ വരുന്നത്? മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന്. അല്ലേ? അതാണ് നമ്മൾ വായിക്കുന്നത്. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. മനസ്സിലാവുന്നത് അതാണ്. അല്ലേ? ആരിൽ നിന്നാണ് അതെല്ലാം വരുന്നത്? പിതാവിൽ നിന്നാണ്. ഇനി അടുത്ത വചനം വായിച്ചേ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തീരുമാനം. അപ്പം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ജന്മം നൽകപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? വചനത്തിലാണ്. പറഞ്ഞേ. നമുക്ക് എങ്ങനെയാണ് ജന്മം നൽകപ്പെട്ടിരിക്കുന്നത്? വചനത്തിലാണ്. ബയോളജിക്കലി നമുക്ക് അപ്പനും അമ്മയും ഉണ്ട് എങ്കിലും നമ്മുടെ ജനനം എങ്ങനെയാണ്? വചനത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് നശിച്ചു പോകുന്ന ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശ്വരൻ പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. ജോൺ 1:12. എല്ലാവരും എടുത്തേ. 1-ാം അധ്യായം 12-ാമത്തെ വചനം. വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. നിങ്ങൾത് മനസ്സിലായില്ലെങ്കിൽ കൂടി നിങ്ങൾ വെറുതെ കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ചിലന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? നമ്മളിങ്ങനെ അഴിച്ചു വിടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോരോ തടവറയായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും വചനങ്ങളാണ്, ഭയങ്കര വചനങ്ങളാണ് ഇതെല്ലാം. അല്ലേ? മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. കാര്യമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ആ വചനം പറയുമ്പോൾ തന്നെ ഒരു സാധനം വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ഇനി ആ വചനം വായിച്ച് എത്രയായിരുന്നു? 1:12 അല്ലേ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒരിക്കൽ കൂടി വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്ത് ചെയ്തു? ദൈവ മക്കളാകാൻ അവൻ എന്ത് ചെയ്തു?
കഴിവ് നൽകി, അല്ലേ? പാപത്തിൻ്റെ വീട്ടിലായിരുന്ന നമ്മളെ കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോയി? തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കണം. ചെറുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ, വിശ്വാസം, അത്രയേ ഉള്ളൂ. വേറെ ഒരു കടുകട്ടി കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. വേറെ നമ്മൾ ഒരു കുത്തിമറിച്ചിലും ചെയ്യേണ്ട കാര്യമില്ല. ശരീരത്തിൽ നമ്മൾ ഒരുപാട് പീഡയേറ്റ് കുരിശും വഹിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം കർത്താവ് ഏറ്റിട്ടുണ്ട്. ഒരൊറ്റ കാര്യമുള്ളൂ, നീ എന്ത് ചെയ്യുക? നീ ഇത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും വായിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും, നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ തലയ്ക്കകത്തുനിന്ന് നിൽക്കത്തൊന്നുമില്ല, നമുക്കിതൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും ദൈവവചനമായതുകൊണ്ട് വെറുതെ അത് വിശ്വസിക്കുക, അന്നേരം മാറ്റം വരും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലാതെ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? യോഹന്നാൻ തന്നെ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞതിരിക്കുന്നതെല്ലാം വളരെ കുറച്ചാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് തന്നെ അത് ഉൾക്കൊള്ളുവാൻ ഈ ലോകത്തിലെ മുഴുവൻ പേപ്പർ എടുത്ത് എഴുതിയാലും കർത്താവ് ചെയ്തതിൻ്റെ 10 പോലും ആവില്ല. ആരാണ് പറഞ്ഞത്? വക്ഷസ്സിലേക്ക് ചാരിക്കിടന്ന് ഹൃദയമിടിപ്പ് കേട്ടവൻ പറയുകയാണ്, ഞാൻ ഈ എഴുതിയത് മുഴുവൻ എന്താണ്? വളരെ കുറച്ചാണ്. അപ്പം അതുകൊണ്ട് ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം നമുക്കൊക്കെ മനസ്സിലാവുന്നു. നോ, അങ്ങനെ മനസ്സിലാവണ്ട. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ ഈസ് എ മിസ്റ്ററി എന്നുള്ളതാണ്. ചിലത് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, ഇത് വായിച്ചേ 12-ാമത്തെ വചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആണ് യാക്കോബ് ശ്ലീഹായിൽ കണ്ട അതേ ഒരു ആശയം വരികയാണ്. 13-ാമത്തെ വചനം വായിച്ചേ. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല. പിന്നെ എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ പറയൂ, ദൈവത്തിൽ നിന്ന്. അത്രേ. ഒരിക്കൽ കൂടി വായിച്ചേ 13-ാമത്തെ വചനം. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല. എന്തിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. ഇപ്പൊ ഇവിടെ പറയുകയാണ് അത് തന്നെയാണ്. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികമായ ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ സ്വാഭാവികമായ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ നിന്നോ അല്ല, മറിച്ച് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. സോ വി ആർ കമ്മിങ് ഫ്രം ദ ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, സിംപ്ലി യു ബിലീവ് ഇറ്റ്. കാരണം എന്താണ്? ഇത് മൊത്തം മിസ്റ്ററിയാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പോലും തുണിയിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്തിനെ സൂചിപ്പിക്കുന്നു? രഹസ്യമാണെന്നാണ് എൻ്റെ അർത്ഥം. രഹസ്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാത്തും ചെയ്യുന്നെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കിത് റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു വചനം എടുക്കാമോ? നിയമാവർത്തന പുസ്തകം 29. നിയമാവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം. നിയമാവർത്തന പുസ്തകം 29-29. ഡ്യൂട്രോണമി 29:29. വായിച്ചേ 29:29. നിയമാവർത്തനം 29:29 വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. 29 ഒരിക്കൽ കൂടി വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. അപ്പൊ രഹസ്യം ആരുടേതാണ്? കർത്താവിൻ്റേത് മാത്രമാണ്. ഇനി സുഭാഷിതങ്ങൾ എടുത്ത് ഇതുപോലൊരു വേറൊരു വചനമുണ്ട്, നോക്കിക്കോട്ടെ. സുഭാഷിതങ്ങൾ 25-ാമത്തെ അധ്യായം. രണ്ടാമത്തെ വചനം വായിച്ചേ. വായിച്ചേ. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഒരിക്കലൂടെ വായിച്ചേ. നിഗൂഢത എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? വാശി. എന്തുകൊണ്ട് ഈ അസുഖം വന്നു? ഒരു ഉത്തരവുമില്ല. നിഗൂഢതയാണ്. വചനം പറയുകയാണ് നിഗൂഢത എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവം അത് വിട്ട് കളിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം അത് വിട്ട് കളിക്കില്ല, അല്ലേ? നിയമാവർത്തനം 29-29 നമ്മൾ കണ്ടത് എന്താണ്? രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രഹസ്യങ്ങൾ ആരുടേതാണ്? ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. അപ്പൊ ദൈവം എന്താണ്? രഹസ്യമാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. രഹസ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാം അറിയണമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്?
വാശിയോട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോയി, നമ്മളെല്ലാ ദിവസവും എല്ലാ വർഷവും യൂത്ത് ധ്യാനം കൂടി, എല്ലാ ശനിയാഴ്ചകളും ധ്യാനത്തിന് വന്നു, ആ ധ്യാന കേന്ദ്രത്തിൽ പോയി, ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി, കഴിഞ്ഞ ആഴ്ച വെള്ളാങ്കണ്ണിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ഈ രൂപതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ഛനാണ്. ഞാൻ പറയുകയാണ്, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒരു കാലത്ത് ഡാനിയേൽ അച്ഛൻ ഇതുപോലൊരു സന്ദർഭത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞത്, എന്ത് സംഭവിച്ചു എന്നല്ല നിങ്ങൾ പറയേണ്ടത്, മറിച്ച് എനിക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ സംഭവിച്ചില്ല എന്നാണ് പറയേണ്ടത്. ഇത്രയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ എന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞു, ശരിയല്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഇത് നേരത്തെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല? ക്യാൻസർ വന്നത് 37-ാമത്തെ വയസ്സിലാണ്, എന്തുകൊണ്ട് 25-ൽ വന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ദൈവഭവനത്തിലേക്ക് ഒരാൾ ചുവട് വെക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ട്രാൻസിഷൻ. ഇതാണ് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മാറ്റം, ഇതാണ് ഒരു മാറ്റം. അതുകൊണ്ടാണ് പൗലോസ്ലീഹായൊക്കെ പലതവണ പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയത് ധരിക്കുവിൻ എന്ന് പറഞ്ഞാൽ പഴയ തൊലി അല്ല, നിങ്ങളുടെ മനോഭാവം, ആത്മീയ മേഖലകളിൽ നമ്മൾ ചിന്തിക്കുന്ന തലങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ചു, കുറേ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടി, നല്ല വീട് കിട്ടി, നല്ല വണ്ടി കിട്ടി, ഓക്കെ, എല്ലാം ഓക്കെ, ദൈവം അനുഗ്രഹിച്ചു. ആര് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചു? അതല്ല ദൈവാനുഗ്രഹം. അതൊക്കെ എല്ലാവർക്കും, ദൈവത്തെ വിളിക്കാത്തവർക്ക് കിട്ടുന്നില്ലേ? അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായി നിനക്ക് എന്ത് കിട്ടി? എന്താ കിട്ടിയത്? അവർക്ക് നിനക്ക് ഒരേ രോഗം വന്നപ്പോൾ നിനക്ക് ആ രോഗത്തിൽ നീ വീണുപോയില്ല എന്ന് പറഞ്ഞാൽ നീ അതിനെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തെങ്കിൽ നീ ഒരു ദൈവമകനാണ്, ഒരു ദൈവമകളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഭൗതിക അനുഗ്രഹം ഇപ്പൊ ദൈവത്തെ വിളിക്കുന്നവർക്ക് മാത്രമല്ല കിട്ടുന്നത്. ആണോ? പറ, ആണോ? ഒരിക്കലുമല്ല. ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവത്തെ വിളിക്കാത്ത ആളുകൾക്കും കിട്ടും. അവരുടെയും കല്യാണം നടക്കുന്നില്ലേ? അവരുടെ മക്കൾ കാനഡയ്ക്ക് പോകുന്നില്ലേ? അവർ വീട് വെക്കുന്നില്ലേ? അവർക്ക് ജോലി കിട്ടുന്നില്ലേ? അവർ വണ്ടി വാങ്ങിക്കുന്നില്ലേ? അവർ വസ്തു വാങ്ങിക്കുന്നില്ലേ? അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നില്ലേ? എത്തുന്നുണ്ടല്ലോ. പിന്നെ വ്യത്യാസം എന്താണ്? വ്യത്യാസം വരുന്നത് ഒരു കുരിശ് വരുമ്പോൾ നീ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിലാണ് നിന്നെയും അവനെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? എടാ, നിനക്കാണിത് വരേണ്ടത്, ഇത് ആർക്കാ വരണ്ടേ? നിനക്കിത് വന്നാലും വന്നില്ലേലും നീ എങ്ങനെ ദൈവ ആശ്രയത്വത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഹനം വരാതിരിക്കുന്നതിനല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സഹനം, കാരണം കർത്താവ് പോലും നമ്മളെ രക്ഷിച്ചത് കുരിശിലാണ്, സഹനത്തിലാണ്. സഹനം വരാതിരിക്കുന്നതിലോ വേദന വരാതിരിക്കുന്നതിലോ അല്ല, ആ സഹനത്തെ എങ്ങനെ ദൈവികമായി കാണാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളതിലാണ്. എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പരിശ്രമിക്കുക. അതെന്താ അങ്ങനെ വന്നേ? ഇതെന്താ ഇങ്ങനെ വന്നേ? അതങ്ങനെ വന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനൊന്നും പ്രത്യേകിച്ച് വലിയ ഉത്തരവൊന്നുമില്ല. കാരണം നിയമാവർത്തനം 29:29 എന്താണ് വചനം? രഹസ്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റേത് മാത്രമാകുന്നു. ഇതൊരു രഹസ്യമാണ്, ഇതൊരു രഹസ്യമാണ്. ഈ ധ്യാനകേന്ദ്രം എന്തുകൊണ്ട് വന്നു? അതൊരു രഹസ്യമാണ്. ആർക്കും അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് വന്നതെന്ന്. നമ്മൾ പണ്ട് ഇതിനു വേണ്ടി പ്ലാൻ വരച്ച് അങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് അങ്ങനെ ഒന്നൊന്നുമില്ല. ഒരു 6-7 മാസം കൊണ്ട് രൂപപ്പെട്ട് വന്നൊരു സംവിധാനമാണിത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്ഥലവും മറ്റു കാര്യങ്ങളും ശുശ്രൂഷകൾ നേരത്തെ ഉണ്ട്. ഞാൻ ഈ സ്ഥലത്തെ പറ്റി പറയാ, അത് അനാദി മുതലേ പ്ലാൻ ചെയ്തതിനോ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടാവാം, ഉണ്ടാവാന്നല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്, നമുക്കറിയാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഇവിടെ വന്നു? അത് ദൈവത്തെ ആക്കി, അങ്ങനെ ആക്കി. പിന്നെ അതിന് അടിയിലൂടെ കുഴിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് സുഭാഷിതങ്ങൾ 25:2 എന്താണ് വചനം? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒത്തിരി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനായിട്ട് നമ്മൾ ഒരുപാട് അതിൻ്റെ പിന്നാലെ പോണ്ട കാര്യമില്ല. ഒരു കാര്യം കണ്ടു, അതിന് ആര് പറഞ്ഞു, ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, ഇത് പറഞ്ഞോ, അത് പറഞ്ഞോ, മറ്റേത് പറഞ്ഞോ. എടാ, നിനക്ക് വേറെ ജോലിയില്ലേ? പോയൊരു ബൈബിൾ ഭാഗം വായിക്കൂ. ആരും എന്തോ പറഞ്ഞോട്ടെ, എല്ലാം അറിയാൻ വേണ്ടി നടക്കരുത്. മനസ്സിലുണ്ട്? എല്ലാത്തിനും ഇത് അറിഞ്ഞാലോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല, അങ്ങനെ അറിയാൻ പറ്റില്ല. അങ്ങനെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് ഈ ദിവസം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
നമ്മൾ പാപം ഉപേക്ഷിച്ച് എവിടേക്ക് വരണം? ദൈവഭവനത്തിലേക്ക് യാത്രയാകണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു മെഗാ ഓഫർ എന്താണ്? പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്. മനസ്സിലാവുന്നു? പിന്നെ നമുക്ക് ഒരു പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലെ ഈ കാര്യങ്ങളെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പനൊരിക്കലും മകന് തിന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയില്ല. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വീട് ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൻ ഏറ്റവും മുകളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന് തീ പിടിച്ചത്. അപ്പനും അമ്മയും പുറത്തായി, മകൻ ബാൽക്കണിയിലിരുന്ന് കളിക്കുകയാണ്, തീ പിടിക്കുകയാണ്. ഈ തീയൊക്കെ കണ്ടിട്ട് ആർക്കും അകത്തോട്ട് കയറാൻ പറ്റില്ല, ഭയങ്കര തീ ആളി. ആ പുക ഇങ്ങനെ ഉയരുമ്പോൾ ഈ കൊച്ചു ബാൽക്കണിയിലിരുന്ന് കളിക്കുകയാണ് മകൻ. അപ്പോൾ അവൻ പറയണം, അപ്പാ എനിക്കൊന്നും കാണുന്നില്ല. അപ്പം അപ്പം പറയാണ്, മോനെ നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടും പോകരുത്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയാണ്. അവിടെ ഒരു സ്റ്റൂൾ കിടക്കുന്ന കണ്ടോ, ആ സ്റ്റൂളിനകത്തേക്ക് നീ കയറി നിന്നിട്ട് അവിടെ നിന്ന് നീ താഴേക്ക് ചാടുക. അപ്പം പറയുകയാണ്. അപ്പം മകൻ പറഞ്ഞു, അപ്പാ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഈ സ്റ്റൂളിൽ നിന്ന് താഴേക്ക് ചാടി എൻ്റെ കയ്യും കാലും ഓടിയില്ലേ. അപ്പോൾ ഈ അപ്പൻ താഴെ നിന്ന് വിളിച്ചു പറയാണ്, മോനെ നിനക്ക് താഴോട്ട് കാണുന്നില്ലെങ്കിലും എനിക്ക് മേളിലോട്ട് കാണാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നീ ചാടുമ്പോൾ കൃത്യമായിട്ട് നീ ചാടുന്നതിൻ്റെ തൊട്ടടിയിൽ കൈ വിരിച്ച് ആര് നിൽപ്പുണ്ട്? ഞാൻ നിൽപ്പുണ്ട്. പിന്നെ മകൻ അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഈ മകൻ ചാടിയാൽ അവൻ വന്ന് വീഴുന്നത് ആരുടെ കരങ്ങളിലാണ്? അപ്പൻ്റെ കരങ്ങളിലാണ്. ഇതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പിതാക്കന്മാർ വിശ്വാസത്തെ പറ്റി പറയുന്നത് എ ജംപ് ഇൻ ടു ദ ഡാർക്ക്നെസ്. ഫെയ്ത്ത് ഈസ് എ ജംപ് ഇൻ ടു ദി ഡാർക്ക്നെസ്. ഒരെടുത്തു ചാട്ടമാണ്. ദൈവം നോക്കിക്കൊള്ളും. മോശ ഇവരെ കൊണ്ടുപോകണം. 20 ലക്ഷം ആളുകളെ കൊണ്ട്, നിങ്ങൾ ആലോചിച്ചു, 20 ലക്ഷം ആളുകളെയും കൊണ്ട് ഒരാൾ യാത്ര തിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. കൂടെ കാറ്ററിംഗുകാരില്ല, ഒരു നേരത്തെ വെള്ളം കൊടുക്കാനില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ല. 20 ലക്ഷം ആളുകൾ, ഒന്നും രണ്ടും പേരല്ല, ഒരെടുത്തു ചാട്ടമാണ്. എന്താണ്? എ ജംപ് ഇൻ ടു ദി ഡാർക്ക്നെസ്. ആര് നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. മലമുകളിലേക്ക് മകനെയും കൊണ്ട് പോകുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? എ ജംപ് ഇൻ ടു ദ ഡാർക്ക്നെസ്. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നോക്കിക്കൊള്ളും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഭവനത്തിൽ വസിക്കുന്നില്ല. എന്നാൽ പുത്രനാകട്ടെ, അല്ലെങ്കിൽ പാപം ചെയ്യാത്തവനാകട്ടെ, ദൈവത്തിൻ്റെ അടിമയാണ്. ദൈവത്തിൻ്റെ അടിമയുടെ പ്രത്യേകത അതൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വിളിയാണ്, അടിമത്തത്തിലേക്കല്ല. മറിച്ച് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ്? പുത്രസ്വീകാര്യം. പറഞ്ഞേ, ഏതിലേക്കാണ്? ഇത് മറന്നു പോകരുത്. ഏതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? പുത്രസ്വീകാര്യത്തിലേക്ക്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി റോമാലേഖനം 8 നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ മറ്റൊരു വചനം എടുക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വചനം എടുത്ത്. 28-ാമത്തെ വചനം, റോമ 8:28. പെട്ടെന്ന് എടുത്ത്. റോമാലേഖനം 8:20. കാണാതെ പഠിക്കണം. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലേ? അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയണമല്ലോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ വാങ്ങിച്ചാൽ, ഒരു മിഷൻ നമ്മൾ വാങ്ങിച്ചു, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണമല്ലോ, അല്ലേ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വായിച്ച് 28, റോമൻസ് 8:28 വായിക്കാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ, അല്ലെ? ഒരിക്കൽ കൂടി വായിച്ചാൽ കാണാതെ പഠിക്കണം. റോമ 8:28 കാണാതെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്താണ് വചനം? എന്താണ്? അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനം ഒന്ന് കാണാതെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ദൈവ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതൊരു ദൈവ പദ്ധതി ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
ദൈവ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അവസാനം ഒരു നന്മയായിരിക്കും. കാര്യം കണ്ണുനീരും വേദനയൊക്കെ ഉണ്ടാവും, പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു തിന്മയല്ല, മറിച്ചൊരു നന്മയായിരിക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. ഒരാൾ പറയുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിവിടെ മാത്രമാണ്. ദുരിതങ്ങൾ എനിക്ക് എന്തായി എന്നാ പറയുന്നത്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അന്നേരമാണ് ഞാൻ BIY കേൾക്കാൻ തുടങ്ങിയത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അന്നേരമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിപ്പാൻ തുടങ്ങിയത്. എന്നോടൊരമ്മ ഈ മുറ്റത്ത് നിന്ന് പറഞ്ഞതാണ്, ഭയങ്കര ചിരി എൻ്റെ അടുത്ത് വന്നിട്ട്. സാധാരണ ആളുകൾ എന്നെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ചിരി, ഒരു അസാധാരണമായൊരു ചിരി. സാധാരണ മൂടിക്കെട്ടിയ മുഖമായിട്ടാണ് പലരെയും കാണുന്നത്. ചിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? വലിയ സന്തോഷമാണല്ലോ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ അല്ല ചാ, അതൊക്കെ കഴിഞ്ഞു, ഇപ്പം വേറൊരു ബർത്ത്ഡേ ആണ്. അപ്പോൾ ചോദിച്ചു, എന്തത്ര ഭയങ്കര സന്തോഷം, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന്, എന്താണ് സന്തോഷം? ഒന്നാമത്തെ സന്തോഷം, ഞാൻ ഒത്തിരി നാളുകൊണ്ടേ ഈ ഇവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഈ കുന്ന് കയറി വരാൻ പറ്റിയത്. അത് വലിയൊരു സന്തോഷം, ഒന്നാമത്തെ സന്തോഷം അത്. രണ്ടാമത്തത്, അവർ കയ്യിലൊരു വലിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ്, കലണ്ടർ പോലെ ഇരിക്കുന്ന ഒരു സാധനം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞത് നോക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ലെങ്കിലും ഞാനിങ്ങനെ, നമ്മളൊക്കെ നോക്കുമല്ലോ, ഒന്നും അറിയത്തില്ലെങ്കിലും ഇതായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ വലിയ ഗൗരവം ഉണ്ടെന്നുള്ള രീതിയിൽ എനിക്കൊരു പിണ്ണാക്കം മനസ്സിലായില്ല. എൻ്റെ പാവത്തം കണ്ടിട്ടായിരിക്കും അവരെന്നോട് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്ന് യൂട്രസിൽ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച ദിവസമാണ്. ഭയങ്കര സന്തോഷം. ഒന്ന്, ധ്യാനകേന്ദ്രത്തിൽ വന്നു എന്നുള്ളൊരു സന്തോഷം. 2, എനിക്കിന്ന് ക്യാൻസർ കണ്ടുപിടിച്ച ദിവസമാണ്. ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു, ക്യാൻസർ കണ്ടുപിടിച്ച സാധാരണ ആളുകളെല്ലാം 4ാം നിലയിൽ കയറിയിട്ട് താഴോട്ട് ചാടുകയാണ് പതിവ്, ഇതെന്താണ് ഇത്ര സന്തോഷം? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഈ ഡോക്ടർ എൻ്റെ ഒരു ബോൾനെസ്സൊക്കെ കണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, 4th സ്റ്റേജാണ്, 4 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഇനി എൻ്റെ മുമ്പിൽ ഉള്ളത്, അല്ലേ? എണ്ണപ്പെട്ട ദിവസങ്ങൾ. ഒരു 120 ദിവസമാണ് എൻ്റെ മുമ്പിൽ ഉള്ളതെങ്കിൽ ഈ 120 ദിവസം, ഇത്രയും നാൾ എനിക്കിനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ജീവിച്ചത്. അമ്മ പറയാണ്, ഒരു 19-52 വയസ്സേ ഉള്ളൂ. ഒരുപാട് ദിവസങ്ങൾ എൻ്റെ മുമ്പിലുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചത്. വചനം അത് പ്രത്യേകം പറയുന്നുണ്ട്, ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, സമയം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഈശോ പഠിപ്പിച്ചത്. നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുവിൻ, കള്ളൻ എപ്പോൾ വരുമെന്നറിയാൻ പാടില്ല എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ പറയുകയാണ്, എനിക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് ഇനി ഓരോ വിശുദ്ധ കുർബാന കാണുമ്പോഴും, അല്ലേ, മൊത്തം 140 ദിവസങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളെങ്കിൽ ഇന്നത്തെ വിശുദ്ധ കുർബാന കണ്ടു കഴിയുമ്പോൾ നാളെ അവർ ചിന്തിക്കുകയാണ്, ഇനി 139 കുർബാനകൾ കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്കിനി അർപ്പിക്കാൻ പറ്റുള്ളൂ. എന്തൊരു സ്പിരിച്വാലിറ്റിയാണെന്നറിയോ അതൊക്കെ? സാധാരണ നമ്മളധികം കാണാത്തൊരു സ്പിരിച്വാലിറ്റിയാണ്. എനിക്ക് ഭയങ്കര വണ്ടറായി. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ധ്യാനകേന്ദ്രത്തിൽ അധികം കണ്ടിട്ടേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ക്യാൻസർ മാറിയിട്ടും ഇടയ്ക്കൊരു കുരുപ്പ് വരുന്നതിൽ വിഷമിച്ച് വരുന്നവരെ കണ്ടിട്ടുണ്ട്. വലിയ ക്യാൻസർ മാറിയതാണ്, വലിയ മുഴ മാറി, അപ്പോഴാണ് 4 മുഖക്കുരു ഒരുമിച്ച് വന്നത്. അതിൻ്റെ സങ്കടം തീർക്കാൻ മെഡിയിലെത്തിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്യാൻസർ വന്നിട്ട് ഇവർ പറയുകയാണ്, ഈ വചന അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരമ്മ, എന്താണ് വചനം? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായ, അവ മൂലം ഞാൻ കർത്താവിൻ്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഇനി സീരിയസ് ആയിട്ട് ബൈബിൾ വായിക്കും. ഇനി ബൈബിൾ വായിക്കുമ്പോൾ ഉറങ്ങില്ല, കാരണം 138. പിറ്റേ ദിവസം വീണ്ടും വായിക്കുമ്പോൾ അവർ ഉറങ്ങില്ല. മനസ്സിലാവുന്നുണ്ടോ? വാട്സപ്പ് മെസ്സേജിൻ്റെ പിന്നാലെയോ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ പിന്നാലെയോ പോവില്ല, കാരണം 132. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുർബാന പോലും ശബ്ദമുയർത്തി നിങ്ങൾ പാടണേ എന്ന് ഇവിടെ നിന്ന് ഗതികെട്ട് പറയേണ്ട ഒരു അവസ്ഥ വരില്ല. അവർ ശബ്ദമുയർത്തിയാണ് പാടേണ്ടത്, കാരണം 118. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ വചനം പറയുകയാണ്, തന്നെ അല്ലേ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ബാക്കി വായിച്ചേ 29 മുതലുള്ള വചനങ്ങൾ. അവിടുന്ന് വായിച്ചോ, മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ടൊരു വചനമാണ്. ഒരിക്കൽ കൂടി വായിച്ചേ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ, അല്ലേ? അടുത്ത ചോദ്യം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മളെ അവൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് അറിഞ്ഞത്? നമ്മളെ മുൻകൂട്ടി കർത്താവ് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? കുരിശിൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? കുരിശിൽ കർത്താവ് മരിക്കുന്ന സമയത്ത് ആ ഭൂമിയിൽ അതുവരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് കുരിശിൽ രക്തം ചിന്തിയത്, മറിച്ച് ലോകത്തിൽ അവസാനം പിറന്നു വീഴാനിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി കൂടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാൽവരിയിൽ തൻ്റെ നെഞ്ച് പിളർന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നത്? തൻ മുൻകൂട്ടി, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തൻ മുൻകൂട്ടി അറിഞ്ഞവരെ. എവിടെയാണ് അവൻ നമ്മെ അറിഞ്ഞത്? പറയൂ, വഴിയിൽ വെച്ചാണോ? അല്ല. എവിടെയാണ് അറിഞ്ഞത്? കുരിശിൽ വെച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, കർത്താവേ എല്ലാം പൂർത്തിയായി. എന്താണ് എല്ലാം പൂർത്തിയായത്? എന്താ പൂർത്തിയായത്? ഈശോ ജനിച്ചപ്പോൾ, ഇത് ഈശോ പറഞ്ഞത് എപ്പോഴാണ്? ഈശോയുടെ മരണസമയത്താണ്. എന്താണ് പറഞ്ഞത്? ഈ കർത്താവേ എല്ലാം പൂർത്തിയായി, അല്ലേ? എല്ലാം പൂർത്തിയായത് അറിയണമെങ്കിൽ ഈശോയുടെ മരണസമയത്താണ് ഈശോ അത് പറഞ്ഞത്. ഈശോയുടെ ജനനത്തെ പറ്റി അറിയണം. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാര് പാടിയത് എന്താണ്? സകല ജനത്തിനും, ആട്ടിടയന്മാരോട് പറഞ്ഞത് എന്താണ്? സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ, കർത്താവായ ദൈവം വെള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. ഇതാണല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയ്ക്കായിട്ടാണ് ആര് പിറന്നു വീണത്? ഈശോ. അപ്പോൾ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യുകയാണ്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ പൂർത്തിയായി. എവിടെ പൂർത്തിയായി? കുരിശിൽ പൂർത്തിയായി. എവിടെയാണ് പൂർത്തിയായത്? കുരിശിൽ. അപ്പോൾ റോമാലേഖനത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, എന്താ പറയുക? താൻ മുൻകൂട്ടി അറിഞ്ഞവരെ, അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എവിടെയാണ് അവൻ നിന്നെ മുൻകൂട്ടി അറിഞ്ഞത്? എവിടെയാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ കർത്താവ് മരിക്കുമ്പോൾ ഞാനില്ല, പക്ഷേ എന്നെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കുരിശിൽ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ട്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണം? നമ്മളെയും കർത്താവ് കുരിശിൽ എന്ത് ചെയ്തു? സീൽ ചെയ്തു. ഭയങ്കര വചനങ്ങളാണിത്. എന്തോ വചനം അല്ലേ? 28 അല്ലേ? എന്താ എവിടെയാണത്? 29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ, വായിച്ചേ, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുരിശിൽ കിടക്കുന്ന പുത്രൻ്റെ സാദൃശ്യം കണ്ടോ? കുരിശായിട്ടാണ് അവൻ കിടക്കുന്നത്, അല്ലേ? ആ കുരിശിൽ അതേ സാദൃശ്യത്തിലേക്ക്, അല്ലേ? മനുഷ്യനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അവസാനത്തെ മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യന്റെ രൂപത്തിലേക്ക്, സാദൃശ്യത്തിൽ വന്നിട്ട് അവൻ കുരിശിൽ സീല് ചെയ്യപ്പെട്ടു. ആ സീലിനകത്തേക്ക് അവൻ നമ്മെയും നേരത്തെ ചേർത്ത് വെച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇനി മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരു ബലി ആവശ്യമില്ല. എന്നേക്കുമായിട്ടുള്ള ബലി എവിടെ അർപ്പിക്കപ്പെട്ടു? കാൽവരി മലയിൽ അർപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് വിശ്വസിച്ച് സ്വീകരിച്ചാൽ മതി. അതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വചനം ഒന്ന് വായിച്ചേ. 29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ്
നമ്മൾ പറയുന്നത് ദൈവം നമ്മുടെ സൽപ്രവർത്തികൾക്ക് വേണ്ടി നമ്മെ നേരത്തെ തിരഞ്ഞെടുത്തു എന്നൊക്കെ വചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ മണിക്കൂറിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നമ്മളെ എങ്ങോട്ട് കൊണ്ടുവന്നു? ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് സങ്കടങ്ങളും സഹനങ്ങളും ഉണ്ടെങ്കിലും നമ്മളെ മുൻകൂട്ടി കർത്താവ് അറിയുകയും തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ നമ്മെ അവൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. നമ്മളെ മുൻകൂട്ടി കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ കടന്നു പോകാനിരിക്കുന്ന വേദനകൾ, സഹനങ്ങൾ, ചൂളകൾ, ഇത് മുഴുവൻ കർത്താവ് അറിഞ്ഞ് നേരത്തെ തന്നെ കർത്താവ് പരിഹാരം ചെയ്തിട്ടുണ്ട്. അല്ലേ? ഇനി എടുക്കാമോ? ഒരു 1-2 ഭാഗങ്ങൾ കണ്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെ തുടർന്ന് കുറച്ച് നേരം കൂടെ വചനം പറഞ്ഞ് നമ്മൾ പിന്നെ 12 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ശുശ്രൂഷ വന്നവർ, രാവിലെ ധ്യാനം കൂടിയവർ ഒരു കുർബാന കൂടി കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് യു ആർ ഫ്രീ ടു അറ്റൻഡ്. ഓക്കെ. 2 കൊരിന്തോസ് എടുക്കാമോ? 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം. 2 കൊരിന്തോസ് എടുത്തോ. 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം. എല്ലാവരും എടുത്തേ. 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. വെറുതെ വായിക്കരുത്, വലിയ വചനങ്ങളാണ്. ശ്രദ്ധിച്ച് നിർത്തി വായിക്കണം. വായിച്ച്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വായിച്ച്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ശ്രദ്ധിച്ച് വായിക്കണം. പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. അടുത്തത് വലിയൊരു വചനമാണ്. വായിച്ച്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ആ വചനം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒന്ന് ശ്രദ്ധിച്ച വചനത്തിലേക്ക് നോക്കിയേ. 10-ാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ ജീവൻ എവിടെയാണ് പ്രകടമാകേണ്ടത്? ഞങ്ങളുടെ ശരീരത്തിൽ. എന്തിനാണ് ശരീരത്തിൽ പ്രകടമാകണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രലോഭനങ്ങൾ മുഴുവൻ വരുന്നത് എവിടെയാണ്? ശരീരത്തിലാണ്. ഒരു സാധാരണ ജീവൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ശരീരത്തെ തോപ്പിക്കാൻ പറ്റില്ല. ആരുടെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരണം? പറയൂ, ആരുടെ ജീവൻ വരണം? ഈ ലോകത്തിൻ്റെ ലൈംഗിക പ്രചോദനങ്ങളെ മാറ്റിക്കളയണമെങ്കിൽ ആരുടെ ജീവൻ വരണം? യേശുവിൻ്റെ ജീവൻ. ഈ ലോകത്തിൻ്റെ പൈശാചിക സ്വാധീനങ്ങളെ ഓവർകം ചെയ്യണമെങ്കിൽ ആരുടെ ജീവൻ വരണം? യേശുവിൻ്റെ ജീവൻ. ഇനി വായിച്ചേ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ മരണം. അവിടുത്തെ മരണം എങ്ങനെയായിരുന്നു? യേശുവിൻ്റെ മരണം എങ്ങനെയായിരുന്നു? ഒറ്റിക്കൊടുക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? വസ്ത്രങ്ങൾ വലിച്ചെറിയപ്പെട്ടു, മുട്ടിന്മേൽ വീണു, തലയിടിച്ചു വീണു, ശരീരം മുഴുവൻ ചാട്ട കൊണ്ട് അടിക്കപ്പെട്ടു. കള്ളനും വ്യഭിചാരിയും മദ്യപാനിയുമാണെന്നുള്ള ലേബലുകൾ അവൻ്റെ മുഖത്തേക്ക് വീണു. പടയാളികൾ അവൻ്റെ മുഖത്തേക്ക് തുപ്പി. കാണുന്നവരെല്ലാം കാർക്കിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി. അടിച്ചവർക്ക് അവൻ പുറം കാണിച്ചു കൊടുത്തു. താടിമീശ പറിച്ചവർക്ക് അപ്പോൾ താടിമീശ പറിച്ചെടുക്കപ്പെട്ടു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ അവൻ മുഖം മറച്ചില്ല. യെശയ്യാ 53 നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ മരണം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത്? നമ്മളും ഇതുപോലുള്ളതല്ല, ഇതിനുള്ളതൊന്നും ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഇതിന് സമാനമായ ചില ക്ലേശങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോയിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? യേശുവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. യേശുവിൻ്റെ മരണം വന്നാലേ യേശുവിൻ്റെ ജീവന് നമുക്ക് അർഹതയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? യേശുവിൻ്റെ മരണം. ഇപ്പോൾ ഒരു വിത്ത് മണ്ണിലിട്ട് അതിൻ്റെ തോട് പൊളിഞ്ഞാലേ അതിനകത്ത് നിന്ന് എന്ത് കയറി വരത്തുള്ളൂ? ഒരു ചെടി കയറി വരത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ഒരു തേങ്ങ എടുത്ത് മണ്ണിനകത്ത് കുഴിച്ചിട്ടാൽ തേങ്ങ അങ്ങനെ ഇടുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ തേങ്ങയുടെ ആ തൊണ്ടിനകത്ത് നിന്ന്, ആ ചിരട്ടയ്ക്കകത്ത് നിന്ന് ഒരു നാമ്പ് എന്ത് ചെയ്യണം? പൊട്ടി വരുമ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു തെങ്ങായിട്ടത് മാറും. അതിനാദ്യമേ എന്ത് ചെയ്യണം? ഈ തൊണ്ടിനകത്തേക്ക് ഒരു 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 പൊട്ടൽ വരണം. ഈ ചിരട്ടയ്ക്കകത്ത് ഒരു പൊട്ടൽ വരണം. എന്നാലേ ഒരു നാമ്പ് തെങ്ങായി മാറൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദ സെയിം പ്രിൻസിപ്പിൾ.
യേശുവിൻ്റെ മരണം നിന്റെ ശരീരത്തിൽ നീ ഏറ്റെടുക്കാതെ യേശുവിൻ്റെ ജീവൻ വേണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. തേങ്ങ പറയാണ് ഈ ചകിരിയും തൊണ്ടും പൊട്ടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് നടന്നു പോവുള്ളൂ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ മരണം അത് ഏറ്റെടുക്കാൻ തയ്യാറായാലേ എന്തു പറ്റുകയുള്ളൂ? യേശുവിൻ്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. യേശുവിൻ്റെ ജീവൻ വന്നാലേ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ, പാപത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മൾ ആഗ്രഹിച്ചു എന്ന് വിചാരിച്ച് നടക്കില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ. നല്ലതാണ്, ആഗ്രഹം നല്ലതാണ്. നമ്മുടെ ഒരു സ്വാഭാവിക ശക്തി കൊണ്ടൊരു കുഞ്ഞു പാപം പോലും മാറ്റാൻ നമുക്ക് കഴിയുകയില്ല. ആഗ്രഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആഗ്രഹം വേണം. പക്ഷെ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ക്ലേശങ്ങൾ, സഹനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ ആ കർത്താവിൻ്റെ ജീവനിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? യേശുവിൻ്റെ മരണത്തെ നമ്മൾ ശരീരത്തിൽ ഏറ്റെടുക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ വായിച്ചത് ഏതാണ്? 2 കൊരിന്തോസ് 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാതെ പഠിച്ചോണം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. അടുത്ത വചനം വായിച്ച്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴുള്ള ഈ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. സഹനത്തെ പറ്റിയുള്ള സഭയുടെ ഡെഫിനിഷനാണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിൻ്റെ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ ജീവൻ, ആ ജീവൻ നമുക്ക് കിട്ടിയാലേ ഈ ലോകത്തെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ തിന്മകളിലേക്ക് നമ്മൾ പോകും. ഇത് മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെയായിരുന്നു? പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോയി? ഇതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങോട്ട് പോകണം? ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്. ഏത് പാലം വഴിയെ പോകാൻ പറ്റൂ? ആത്മാവിൻ്റെ പാലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ആത്മാവിൻ്റെ ആ ഫലം അതേതാണ്? അത് ഈശോ നൽകുന്ന, ദൈവം നൽകുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്, ഈ യേശുവിൻ്റെ മരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ചില സഹനങ്ങളായിട്ട് ഏറ്റെടുക്കുന്നതിലൂടെ. യേശു ആണി അടിക്കപ്പെട്ടതുപോലെ നമുക്ക് ആണി അടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കുഞ്ഞു കുഞ്ഞു വേദനകൾ വരുമ്പോൾ അങ്ങനെയാണ് യേശുവിൻ്റെ മരണത്തെ കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കുന്നതും. അങ്ങനെ പതിപ്പിച്ചാലേ മരണം വന്നാലേ എന്തു വരത്തുള്ളൂ? ജീവനുള്ളൂ. മരിക്കാതെ ഉയർപ്പിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. മരിക്കാതെ ഉയർപ്പിക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന ആളെ ഉയർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മരിക്കാതെ ഉയർപ്പിക്കാൻ പറ്റില്ല. മാമോദീസായിലാണ് ഈ മരണം നടക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നിത്യജീവിതത്തിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.